നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. SSLC പരീക്ഷ അവസാനിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ നാളെ പൂർത്തിയാകും. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 8-നും +2 ഫലം മെയ് 22-നും പ്രഖ്യാപിക്കും. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്ന് NDAക്ക് MLA-മാർ ഉണ്ടാകുമെന്ന് BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹോം വോട്ട് തുടങ്ങി. കലാമണ്ഡലം ഗോപി വോട്ട് രേഖപ്പെടുത്തി. മുതിർന്നവർക്കുള്ള പോസ്റ്റൽ വോട്ട് സൗകര്യം ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തത്. സമരം ശക്തമാക്കി സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ. പ്രതിഷേധം ആശുപത്രികളുടെ മുന്നിലേക്ക് മാറ്റി UNA. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തുന്നതോടെ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കും. മലപ്പുറം തിരൂരിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തൃശൂർ നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമികൾക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സമാധിയിരുത്തൽ ചടങ്ങ് നടുവിൽ മഠത്തിൽ നടന്നു. കുന്നംകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളറക്കാട് മേഖലാ കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. NV ആന്റണിയുടെ വീട്ടിൽ നടന്ന സമ്മേളനം KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പാവർട്ടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PS അബു ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് അധ്യക്ഷത വഹിച്ചു. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കാട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ പ്രിയേഷാണ് മരിച്ചത്. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ പുതിയ ഓഫീസ് കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷത വഹിച്ചു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഛത്തീസ്ഗഡ് സ്വദേശി മൃത്യുഞ്ജയ്സിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. വെള്ളറക്കാട് പള്ളിയത്തുപടിക്കൽ അഭിജിത്തിനാണ് പരിക്കേറ്റത്. കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടമ്പോട് നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സംഘം കൃഷി ഉപസമിതി കൺവീനർ CV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ലയൺസ് റോയലിന്റെ നേതൃത്വത്തിൽ തിമിരമുക്ത പാവർട്ടി പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 5ാം ഘട്ട നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. മൾട്ടിപ്പിൾ ലയൺ സെക്രട്ടറി ജെയിംസ് വള്ളപ്പില ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആറ്റത്തറയിൽ ലോക CLC ദിനാഘോഷം സംഘടിപ്പിച്ചു. അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കാനും അക്കാര്യം രേഖപ്പെടുത്തി വരും തലമുറയ്ക്ക് കൈമാറാനും വേണ്ടി മരുതയൂർ ദേശചരിത്രമൊരുക്കി മരുതയൂർ GUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഡോക്ടർ A. അയ്യപ്പന്റെ തെരഞ്ഞെടുത്ത രചനകൾ ഉൾപ്പെടുത്തി റാഫി നീലങ്കാവിലും പ്രശാന്ത് മാധവും ചേർന്ന് തയ്യാറാക്കിയ പുസ്തകം ധർമ്മദേവൻ ട്രസ്റ്റ് സമർപ്പിച്ചു. കൗൺസിലിംഗ് സൈക്കോളജിയിൽ വെള്ളിക്കുളങ്ങര സ്വദേശിനി ആരിഫയ്ക്ക് ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം. മധുരയിൽ നടന്ന ചടങ്ങിൽ ഡേ സ്പ്രിംഗ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ചാൻസലർ ഡോക്ടർ ആമോസ് ജെയിംസ് പുരസ്കാരം സമ്മാനിച്ചു. കാവശ്ശേരി പൂരത്തിന് മിനി ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന വെടിക്കെട്ട് സാമഗ്രികൾ റോഡിൽ വീണ് പൊട്ടി 2 പേർക്ക് പരിക്കേറ്റു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കല്ലേപ്പാടം മുക്കിലയ്യപ്പൻ ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന FCRA നിയമ ഭേദഗതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. ഓരോ വർഷവും വരവ് ചെലവുകൾ കൃത്യമായി സമർപ്പിച്ചെങ്കിൽ മാത്രമേ FCRA ലഭിക്കുകയുള്ളൂവെന്നും PK ബിജു. UDF കയ്പമംഗലം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കൂരിക്കുഴി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര കാർഷിക കോളേജിന്റെ നേതൃത്വത്തിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ കാർഷിക ക്ലിനിക്ക് സംഘടിപ്പിച്ചു. 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായാണ് സംഘടിപ്പിച്ചത്. മണലൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ മണ്ഡല പര്യടനം പ്രവർത്തകർക്ക് ആവേശമായി. എറവിൽ നിന്നും ആരംഭിച്ച മണ്ഡലം തല പര്യടനം LDF മണലൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ VR മനോജ് ഉദ്ഘാടനം ചെയ്തു.
ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ താമര വിരിയുമെന്ന് നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം. എല്ലാ സമുദായങ്ങളും BJPക്ക് വോട്ട് നൽകുമെന്നും 3000-ഓളം വോട്ടിന് താൻ വിജയിക്കുമെന്നും സന്തോഷ് ചെറാക്കുളം. ചാരായ വ്യവസായ തൊഴിലാളി കുടുംബ സംഗമം ബുധനാഴ്ച കൊടകരയിൽ നടക്കും. സംഗമം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.